ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിമോള് നമ്മുടെ സച്ചിയുടെ നേരെ ചെല്ലുക. സച്ചി ചുമ നുണ പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഇതേ ശ്രുതി, സച്ചേട്ടൻ അങ്ങനെ ആവശ്യമില്ലാതെ നുണയൊന്നും പറയുന്ന ആളല്ല. ഇപ്പം സച്ചേട്ടൻ ഇതിവിടെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടാകുമെന്ന് രേവതി പറയുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുക, അല്ല, ഞങ്ങൾ നീലിമയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു എന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക. അപ്പോൾ സച്ചി ഒന്ന് ചിരിച്ചിട്ട്, ഞങ്ങൾ കണ്ടിരുന്നില്ല, പക്ഷേ കാശ് വാങ്ങിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അന്തും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവട്ടെ പണി പാളിയോ. ആ സമയത്ത് ഇവർ കാശ് വാങ്ങിയ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. അത് വേറൊരു പോയിന്റ്, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു സച്ചി. ഇവർ നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളത് സത്യമാണെന്ന് സച്ചി പറയുമ്പം, സുധി, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് കാര്യം? ഇവൻ ചുമ്മാ കുടിച്ചിട്ട് വന്ന് എന്തെങ്കിലും പിച്ചും പേയും പറയുകയാണെന്ന് പറഞ്ഞു സുധി. അപ്പം എടാ, ഞാൻ കുടിച്ചിരുന്നെങ്കിലേ ഇങ്ങനെ ആയിരിക്കില്ല ഇവിടെ നടക്കുക. നിന്റെ നട്ടല്ലൂരി നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചേനെന്ന് സച്ചി അന്നേരം പറഞ്ഞു. സച്ചി ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഈ ശ്രുതി. ഞങ്ങൾ നീലിമയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയതിന് സച്ചിയുടെ കയ്യിൽ സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ ചോദിച്ചത് പോയിന്റ് പാർലറെത്തി എന്ന് നമ്മുടെ സച്ചി. അച്ഛാ, അതെ, കാശ് വാങ്ങിച്ചതിന് സാക്ഷികളുണ്ടോ എന്ന് പാർലറേട്ടത്തി ചോദിച്ചില്ലേ, അതിന് സാക്ഷികളുണ്ട് എന്ന് സച്ചി പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേടിച്ച് നോക്കുക. ജഡ്ജിയമ്മേ, ജഡ്ജിയമ്മ അനുവാദം തന്നിരുന്നെങ്കിലേ ആ സാക്ഷിയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്ര വിശ്വസിക്കുന്നില്ല. അമ്മേ, ഇവൻ്റെ മനോനില ആകെ തെറ്റിക്കിടക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ ശ്രുതി ഇരുന്ന് പറയുമ്പം അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നീ ഇവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുമോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ഇരിക്കുന്നു. സച്ചി അന്നേരവും ചിരിക്കും കേട്ടോ. ആർക്കോ കാശ് കൊടുത്ത സാക്ഷിയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ നോക്കുക ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പം, നിങ്ങളെപ്പോലെ അത്ര കുബുദ്ധിയുള്ള ആളല്ല സച്ചിയേട്ടൻ എന്ന് രേവതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴും സച്ചി ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ സാക്ഷിയെ വിളിക്കട്ടെ എന്ന് സച്ചി ശ്രുതിയോടുമായിട്ട് ചോദിക്കാം. ശ്രുതി പേടിച്ച് നിൽക്കുന്നു, ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നീലിമ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് വിളിച്ചു. ഞെട്ടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞെട്ടലോടുകൂടി ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നീലിമ കയ്യിലൊരു ഫയലൊക്കെ പിടിച്ച് വീട്ടിലേക്ക് കയറി വരിക. നീലിമയെ കണ്ടപ്പോഴത്തേക്കും 2 പകുതി ചത്തു ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛൻ, അതുപോലെ ശ്രീകാന്ത്, വർഷ, എല്ലാവരും, രേവതി, ഇവരൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതിയും അങ്ങോട്ടിറങ്ങി ഓടണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നീലിമ കയറി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതി അന്തം വിട്ട് നീലിമയെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് നീലിമ കയറി വന്നു. വേണ്ടപ്പെട്ട തെളിവ് ജഡ്ജിയമ്മേ, ഇനി വിചാരണ തുടങ്ങാമെന്നുള്ള കാര്യം സച്ചി പറയുവാണ്. അപ്പോഴത്തേക്കും ശ്രുതിയും കൂടെ ഇങ്ങനെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് മനസ്സിലായി. ഈ സമയത്ത് അച്ഛൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക, കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ. അപ്പം ഞാൻ നീലിമ മുമ്പ് നിങ്ങളുടെ മകനെ പ്രണയിച്ച പെണ്ണാണെന്നും പറഞ്ഞ് നീലിമ ഇങ്ങനെ ഇവരോടെല്ലാവരോടും സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി നിൽക്കുന്നത്. 1 ഇയറോളം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുവാണ് നീലിമ. ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എന്നും നീലിമ ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി, ഓഹോ, എൻ്റെ മോനെയും പറ്റിച്ച് 50 ലക്ഷം രൂപ കൊണ്ട് മുങ്ങിയ കള്ളി നീയായിരുന്നല്ലേടി എന്ന് ചന്ദ്രമതി ചോദിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യം കാണും, അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ മകനെയല്ലേ ഞാൻ ചതിച്ചത്. അപ്പോൾ ആ ദേഷ്യം അത് സ്വാഭാവികമാണെന്നും നീലിമ പറയാം. പക്ഷേ ഞാൻ ചതിച്ചതേ നിഷ്കളങ്കരായ ഒരു പാവത്തിനെയൊന്നും അല്ല എന്നും, സ്വന്തം അച്ഛനെയും അമ്മയെയും ചതിച്ച് കുടുംബത്തെയും ചതിച്ച് അച്ഛൻ്റെ 50 ലക്ഷം രൂപ കൊണ്ട് ഓടിപ്പോകാൻ നോക്കിയ ഒരു ക്രിമിനലിനെയാണെന്നുള്ള കാര്യവും നീലിമ പറയുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാണ്, അതുപോലെ നീലിമ ചെയ്തതും തെറ്റല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. അതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും നോക്കണ്ടെന്ന് രവിയേട്ടൻ അവിടെ നിന്ന് പറയുന്നു. ഞാൻ എൻ്റെ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് അതെന്ന് പറയുമ്പം ഞാൻ എന്നെ ന്യായീകരിക്കാനൊന്നും വന്നതല്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതെനിക്ക് അറിയുകയും ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയെ അത് ബാധിച്ചിട്ടുമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നും നീലിമ പറയുവാണേ. അപ്പോഴും ശ്രുതിയും നിന്ന് വിറച്ചോണ്ടിരിക്കാം. എന്ത് കാരണം? എൻ്റെ മോൻ ക്രിമിനലൊന്നും അല്ല, അവനെ ഒരു പാവാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരുന്ന് പറയുന്നു. അവനെ വശീകരിച്ച് പറഞ്ഞു മയക്കി നീ കാശ് കൈക്കലാക്കിയതല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഇവൻ പാവാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് എന്ന് നീലിമ. അപ്പോൾ വായടക്കടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നീലിമയോട് ചൂടാവുന്നു. നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയാം, നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ വന്നത് നന്നായി. ശ്രീകാന്തെ, പോലീസിനെ വിളിയടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്ന് ആളാവുന്നു. അപ്പോൾ
എന്തിനാണാവോ പോലീസിനെയൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചു നീലിമ. എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ നീ തട്ടിയെടുത്തില്ലേ, എന്നിട്ട് നാട് വിട്ടവളല്ലേ നീ, നിന്നെ ഞാൻ ജയിലിൽ കൊടുത്തോടി എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ 50 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ പൈസ ഞാൻ നിങ്ങളുടെ മകന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി അന്തം വിട്ട് നോക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ ജയിലിൽ കിടത്തുന്നതെന്നും നീലിമ ചോദിക്കാം. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചന്ദ്രമതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. അപ്പോൾ കാശ് കൊടുത്തു എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിച്ചു. 50 ലക്ഷം രൂപ മാത്രമല്ല, അതിൻ്റെ പലിശയും ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന കാര്യവും നീലിമ പറയുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതി. ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എടാ ശ്രുതി. അപ്പോഴത്തേക്കും ശ്രുതിക്ക് മിണ്ടാട്ടമൊന്നുമില്ല. അപ്പോൾ അച്ഛ ഇവളെനിക്ക് കാശ് തന്നിട്ടൊന്നുമില്ല, ഇവളീ പറയുന്നൊക്കെ പച്ച കള്ള അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവന് കാശ് കൊടുക്കുമ്പോഴേ ഇവളും ഉണ്ടായിരുന്നു ഒപ്പം എന്ന് പറഞ്ഞു. ശ്രുതിയെയും അതിനകത്ത് എഴുതി വെച്ചു. പലിശ വേണമെന്ന് പറഞ്ഞത് ഇവളാണെന്ന കാര്യവും നീലിമ പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം ശ്രുതിയെ. ആ സമയത്ത് രേവതിയൊക്കെ അന്തം വിട്ടിങ്ങനെ ശ്രുതിയെ നോക്കുക. അപ്പോൾ അച്ഛാ ഞങ്ങൾക്ക് ഇവള് കാശൊന്നും തന്നിട്ടില്ല, വെറുതെ ഇവളിവിടെ നിന്ന് കള്ളം പറയുകയാണെന്ന് പറഞ്ഞു ശ്രുതി. കാശ് കൊടുത്തെന്ന് ഇവളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാ അച്ഛാ, രണ്ടുപേരും നമുക്ക് മുന്നിൽ ഡ്രാമ കളിക്കുന്നതാണെന്നൊക്കെ ശ്രുതി തട്ടി വിടുമ്പം എടാ കൊള്ളാം, നീ കുറ്റം ചെയ്യും, എന്നിട്ട് അത് എൻ്റെ തലയിലിടും, എന്നെ തെറ്റുകാരനാക്കും. ഇത് നീ ഏത് കാലത്ത് തുടങ്ങിയതാടാന്ന് ചോദിച്ചു സച്ചിയെ. ഇപ്പോഴും നിർത്താൻ നിനക്ക് ഉദ്ദേശമില്ലല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ കള്ളത്തരം പുറത്ത് വരുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. എടാ ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. നീ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നെന്നും അതുകൊണ്ടാണ് ഞാൻ തെളിവ് സംഘടിപ്പിച്ചതെന്നുള്ള കാര്യവും സച്ചി പറയുന്നു. തെളിവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക. ചന്ദ്രൻ നേരം മുഖം വലിഞ്ഞേറി പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീലിമേ ആ തെളിവ് കാണിക്കാൻ പറഞ്ഞു സച്ചി. പറഞ്ഞനുസരിച്ച് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ആ ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് SIയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇവന് കാശ് കൊടുത്തതെന്നുള്ള കാര്യവും പറഞ്ഞ് അവിടെ വെച്ച് ഞങ്ങൾ സൈൻ ചെയ്ത പേപ്പറാണിതെന്നും പറഞ്ഞ് ആ ഒരു മുദ്രപ്പേപ്പർ നമ്മുടെ നീലിമ എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു. അയ്യോ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിൽക്കുക കേട്ടോ. അയ്യോ കുഴഞ്ഞു വീഴാറായി നമ്മുടെ സുതിമോ നിൽക്കുന്നത്. അറിയാതെ ആണെങ്കിലും സാക്ഷി ഒപ്പിട്ടത് ഞാനാടാ എന്ന് സച്ചി. കഴിഞ്ഞ തവണ ഇവർ കാനഡയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കാറിലാണ് ഇവർ യാത്ര ചെയ്തതെന്നും ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടതും ഞാനാണെന്ന കാര്യവും സച്ചി ഇങ്ങനെ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയണു. ശ്രീകാന്തേ വായിച്ചു നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞനുസരിച്ച് ശ്രീകാന്ത് നീലിമയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചു കംപ്ലീറ്റ് വായിച്ചു നോക്കുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പം അച്ഛാ ഇതിൽ കാശ് കൊടുത്തതായിട്ട് എഴുതി സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് അച്ഛനോടും അമ്മയോടും പറയും. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നെഞ്ചത്ത് കൈവയ്ക്കുന്നു. ആ സമയത്ത് നീലിമ നിന്നങ്ങ് ചിരിച്ചു. കഴിഞ്ഞിട്ടില്ല, വേറെയും ഉണ്ട് തെളിവുകളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമ പറയുക. അപ്പോഴത്തേക്കും ശ്രുതി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും അടുത്ത പേപ്പർ എടുത്തു. ഇതെൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയാണെന്നും എൻ്റെ അക്കൗണ്ടിൽ നിന്നും ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുള്ള കാര്യവും നീലിമ പറയുക. സെക്കൻഡ് കൊണ്ട് എല്ലാ തെളിവുമായിട്ടാണ് നമ്മുടെ നീലിമ വന്നത്. അങ്ങനെ ശ്രീകാന്ത് അത് നോക്കുമ്പോൾ വർഷ ഓടി വന്നു ശ്രീകാന്തിൻ്റെ കൂടെ നോക്കാനായിട്ട്. അപ്പോൾ വർഷയും കൂടെ നിന്ന് നോക്കുക കേട്ടോ. അപ്പോൾ വർഷയും കൂടെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പിന്നെ ഇച്ചിരി എക്സ്പ്രഷനൊക്കെ കൂട്ടിയിടുമല്ലോ. അങ്ങനെ വർഷമൊക്കെ ഇങ്ങനെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സത്യം അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയുക. അപ്പോഴത്തേക്കും ചന്ദ്രമതി നെഞ്ചത്ത് കൈ വെച്ച് നാവറിഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുക. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കണ്ണും വെട്ടിച്ച് നോക്കി നിൽക്കുന്നു. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് സുധിയേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് 53 lakhs കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ മേടിച്ചു. ഇതിന് ശേഷം അച്ഛൻ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, ഇത് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖ ചന്ദ്രൻ നീ വായിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കൈ കൊടുത്തു. എൻ്റെ ഇപ്പം പാവാന്നും പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അങ്ങനെ ചന്ദ്ര ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ചന്ദ്ര അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണൊക്കെ കുന്തി പുറത്തേ അടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് കള്ളമല്ലാന്ന് ഇപ്പം തെളിഞ്ഞില്ലേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. ശ്രുതി അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രുതിയും ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രയെ. പിന്നെ ഷോറൂം തുടങ്ങിയതേ പാർലറേട്ടത്തിയുടെ അച്ഛൻ്റെ കാശ് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ, അതും കള്ളമാണെന്നുള്ള കാര്യവും പറയുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ നീലിമ കൊടുത്ത 50 ലക്ഷം രൂപ കൊണ്ടാണ് ഇവർ ഷോറൂം തുടങ്ങിയതെന്നും അതായത് നമ്മുടെ അച്ഛൻ്റെ പണം കൊണ്ടാണെന്ന കാര്യവും പറയുവാണ് സച്ചി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പായി രവിയേട്ടന്. ഇപ്പം ഇല്ല ആൻറ്റി എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ശ്രുതി പറയുമ്പം കള്ളം പറയുന്നോ? ഇവളുടേതാണെന്ന് അറിയാതെ ഞാൻ ഇവളുടെ പാർലറിൽ ചെന്നായിരുന്നു. ഇവള്
അവിടെ വെച്ച് എന്നെ തടഞ്ഞു വെച്ചു, എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രുതി ചെയ്തത് മുഴുവനും നീലിമ പൊട്ടിച്ചു. എന്നെ കൊണ്ട് ശ്രുതിക്ക് കാശ് കൊടുപ്പിച്ചത് പോലും ഇവളാണെന്ന കാര്യവും പറയുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുക ശ്രുതിയെ. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ ശ്രുതി ഒറ്റയ്ക്കാണെങ്കിലേ എന്നിൽ നിന്ന് കാശ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു എന്നും നീലിമ പറയുന്നു. അതിനുള്ള ടാലൻ്റ് ഒന്നും ഇവനില്ല എന്നും നീലിമ പറയുക. അപ്പോഴും ചന്ദ്രമതി ഇങ്ങനെ കൊല്ലം കടിച്ചിരിക്കും. എനിവേ, മുമ്പ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്തു. ഒടുക്കം ഞാൻ ആ കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാലും ഞാൻ ചെയ്ത തെറ്റല്ലാതെ ആകുന്നില്ലല്ലോ എന്ന് പറയാം. ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുന്നുവെന്ന് നീലിമ പറയുവാണ്. വന്നു, കാര്യം കഴിഞ്ഞു, ക്ഷമയും ചോദിച്ചു. നീലിമ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് അച്ഛാ, ഇപ്പം എല്ലാവരും സത്യം അറിഞ്ഞില്ലേ എന്ന് സച്ചി ചോദിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നീലിമ ഇവിടേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് സച്ചി പറയാം. ഇനി നിങ്ങൾ പോയിക്കോളാനും പറഞ്ഞു. അപ്പം ശരി, അത് പറഞ്ഞ് നമ്മുടെ നീലിമ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പം, അങ്കിൾ ദേ നിങ്ങളുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഒരുപാട് ഡിഗ്രിയും ഇവൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവന് പഠിപ്പിനൊത്തുള്ള വിവരമില്ല, വെറും മണ്ടനാ ഇവനെന്നൊക്കെ പറഞ്ഞ് നീലിമ ശരിക്കും പറഞ്ഞു. ഒന്നിനും കൊള്ളില്ലാത്തവനാ ഇവനെന്നും പറഞ്ഞ് അവനെ ശരിക്കും അവിടെ ഇട്ടാക്കി കളിയാക്കി വല്ലാണ്ടാക്കി. പക്ഷേ ദേ അങ്കിളുടെ മകൻ ആ സച്ചി ഒരു ഡിഫറൻ്റായ ക്യാരക്ടറാണെന്നുള്ള കാര്യം നീലിമ പറയാട്ടോ. വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലെങ്കിലും വിവരമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നല്ലവനാ സച്ചി, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. സച്ചിക്ക് വേണ്ടിയിട്ടാ ഞാനിപ്പോൾ ഇവിടെ സത്യം പറയാൻ വന്നത് തന്നെയെന്നും നീലിമ പറയുവാണ്. അപ്പോൾ അത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും അച്ഛൻ്റെ മുഖമൊക്കെ വല്ലാതായിട്ടെങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ച് നീലിമ പോയ നീലിമ തിരിഞ്ഞു നിന്ന് സുധിയെ നോക്കി ഒരു ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോയത്. നിങ്ങൾ എന്നതാ ഈ കാണിച്ചത്, ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുമായിരുന്നു അല്ലെങ്കിൽ ചോദിച്ചു. ശ്രീകാന്ത് ആദ്യം അങ്ങ് തുടങ്ങി വെച്ചില്ലേ, ഇവർക്ക് രണ്ടുപേർക്ക് ഉത്തരവില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതി ചേച്ചി, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഓ, ഈ സമയം വരെ നീലിമ തെളിവ് കാണിക്കുന്നത് വരെ നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തൊരു തൊലിക്കിട്ടിയാ നിങ്ങളുടേതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷയെ എടുത്തിട്ട് അലക്കിയില്ലേ ശ്രുതിയെ. അങ്ങനെ ശ്രുതിയും നിലത്തേക്ക് തന്നെ നോക്കി നിൽക്കുക, ആരുടെ മുഖത്ത് നോക്കുന്നില്ല. ചന്ദ്ര അന്നേരത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്ക് ശ്രുതി ഓടി വന്ന്, അച്ഛാ അച്ഛാ, അതെ അച്ഛൻ എന്നോട് ക്ഷമിക്കല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം നീ ഒരിക്കലും നന്നാവില്ലല്ലേടാ എന്ന് ചോദിച്ചു. ഇത് എന്ന് തുടങ്ങിയതാടാ നീ എന്ന് ചോദിച്ചു അച്ഛനെ. കുടുംബത്തെ ചതിക്കുക, കള്ളത്തരം കാണിക്കുക, ഇതിനാണോടാ നീ ഇത്രയൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചു. അച്ഛാ എന്നും പറഞ്ഞ് ഇങ്ങനെ മകൻ നിൽക്കുന്നു. നീ എൻ്റെ മോനാണെന്ന് പറയാൻ എനിക്ക് അപമാനമാടാന്നും പറഞ്ഞു അച്ഛൻ. അപ്പോഴത്തേക്ക് ശ്രുതി അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നോട് ക്ഷമിക്കാലോ, നിസാര കാര്യമായിട്ട് തള്ളിക്കളയാനായിട്ട് ശ്രുതി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചു. എൻ്റെ കാശ് കൊണ്ടാണല്ലേ നിങ്ങൾ കട തുടങ്ങിയതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതേ അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അച്ഛനൊന്നും മിണ്ടില്ല. അപ്പോഴത്തേക്കും ഡാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുമല്ലേ ചന്ദ്ര. അപ്പം നീ എന്നോട് കള്ളം പറഞ്ഞല്ലേടാ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെടാ, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നിന്നെ, നീ എന്നെ വിഡ്ഢിയാക്കിയല്ലേടാ, പറഞ്ഞു പറ്റിച്ചല്ലേടാ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അവൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. പിന്നെ അമ്മയുടേതായ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അമ്മ സോറി അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, നീലിമ തന്ന കാശിനെ ഷോറൂം തുടങ്ങാമെന്ന് എന്നോട് പറഞ്ഞത് അത് ഈ നിൽക്കുന്ന ശ്രുതിയാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ തലയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. ഞാൻ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുന്നു. എല്ലാവരും നമ്മുടെ ശ്രുതിയിലേക്കായി ഫോക്കസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. അതെ അമ്മേ, എല്ലാം ശ്രുതിയുടെ ഐഡിയ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കൈ കഴുകി. ശ്രുതി വെട്ടു. ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്പോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ നോട്ടത്തിൽ ശ്രുതിമോള് ദഹിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ജഡ്ജി അമ്മയ്ക്ക് ഇപ്പം എല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. ചന്ദ്രമതി സച്ചിയുടെ മുന്നിൽ നാറി വെളുത്ത് വിളറി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ മകനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. അതിനുശേഷം ശ്രുതിയുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. ശ്രുതി ഇങ്ങനെ പേടിച്ചേരൻ്റെ കൈയും കാലും വരച്ച് നിൽക്കുക. ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ചു. ഇങ്ങ് വരാൻ പറഞ്ഞു. ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നു. ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണോ ചോദിച്ചു. അത് ആൻറ്റി എന്ന് പറഞ്ഞ് തീർന്നില്ല, കൂട്ടത്തു ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ വരണം. അമ്മേ എന്നും പറഞ്ഞിട്ട് ശ്രുതി ഒരു വിളി. ആരും പ്രതികരിച്ചില്ല, ആരും മിണ്ടിയില്ല. ശ്രുതിയുടെ ചെവിക്കല്ലും പുകഞ്ഞു. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ വളഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര ദേഷ്യം. നീ ഞങ്ങളെ ചതിച്ചല്ലേടി, അങ്ങനത്തെ നീ ഞങ്ങളെ ചതിക്കല്ലേടിന്ന് ചോദിച്ചാൽ അടിച്ച്
ചവിട്ടി കൂട്ടി പുറത്തേക്ക് കൊണ്ട് തള്ളി. അപ്പം എന്നെ വിടാൻറ്റി എന്നും പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലും. നീ എന്തിനാടി ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതും? എൻ്റെ ഭർത്താവിൻ്റെ കാശ് വാങ്ങി കട തുടങ്ങി, എന്നിട്ട് അത് നീ എന്നോട് പറയുകയും ചെയ്തില്ലല്ലോ അടി എന്നും ചോദിച്ച് ചന്ദ്ര കിടന്ന് തിളയ്ക്കുക. എന്തിനാടി നീ ഇങ്ങനെ ചെയ്തേ? ആൻറ്റി മതി ആൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതി എടി പറയെന്നും പറഞ്ഞ് കൂട്ടത്ത് പിന്നെ താലങ്ങും വിലങ്ങൂട്ട് അടിക്കുവാണ്. രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതേ പുറത്ത് പോയി ഒന്നും മിണ്ടാതെ ഒരു മൂലയിലേക്ക് നോക്കി ഒരു തൂണയിലും ചാരി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും അത് വലിയ പ്രശ്നമായി. എന്തിനാടി ഇങ്ങനെ ചെയ്തേ പറയടി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെവിക്കല്ല് തീർത്തും പുറം വഴിയും കായ്ക്കെട്ടും ഒക്കെ അടിക്കുന്നുണ്ട് ചന്ദ്ര. നീലിമയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് എന്തിനാടി എന്നോട് മറച്ചു വെച്ചതെന്ന് ചോദിച്ചു. എന്തുകൊണ്ടത് എന്നോട് പറഞ്ഞില്ലാടി എന്ന് ചോദിച്ചു വെക്കുമ്പം ആൻറ്റി പ്ലീസ് ആൻറ്റി എന്ന് പറഞ്ഞു ശ്രുതി. പറയടി എന്തിനാ മറച്ചു വെച്ചത് പറയടി എന്ന് പറഞ്ഞു. പിന്നെയും തല്ലുക. അമ്മേ തല്ലല്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തും എല്ലാം ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നിന്റെ അച്ഛൻ കാശ് തന്നല്ലടി നീ പറഞ്ഞത്, എന്തിനാടി നീ എന്നോട് കള്ളം പറഞ്ഞത്, എന്തിനാടി എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അടിക്കുന്ന. അപ്പോൾ ഞാൻ കണ്ടെത്തി മരുമകളാണെന്ന് പറഞ്ഞ് തലയിൽ കൊണ്ട് നടക്കല്ലായിരുന്നല്ലോ അടി നീ എല്ലാം തോലച്ചില്ലടി എന്ന് ചോദിച്ചാണ് അടിക്കുന്നത്. അമ്മ അവളെ തലല്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. രേവേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ കുറച്ച് മുൻപ് പോലും ഞാൻ രേവതിയോട് പറഞ്ഞത് നീ ശ്രുതിയെ കണ്ട് പഠിക്കണമെന്നാണെന്നും, എന്നിട്ട് നീ എൻ്റെ മുഖത്ത് കരുവാരി തേച്ചില്ലടി എന്നൊക്കെ ചോദിച്ചു. അപ്പം ആൻറ്റി പ്ലീസ് ആൻറ്റി ഞാനിതൊക്കെ ശ്രുതിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുമ്പം അവന് വേണ്ടിയോ? അപ്പം അതേ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. ആ കാശ് കൊടുത്ത് ഞാൻ ഷോറൂം തുടങ്ങിയില്ല, ശ്രുതി ഇപ്പോഴും വലിയ പാർക്കിലും കിടന്ന് ഉറങ്ങിയേനെന്ന കാര്യം ശ്രുതി പറയാം. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഭാവം അങ്ങ് മാറി. രണ്ടെണ്ണങ്ങളുടെ ആടിനെ പട്ടിയാക്കുന്ന രീതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജോലിയില്ലാത്ത ശ്രുതിക്ക് വീട്ടിൽ ഒരു വിലയുണ്ടായിരുന്നില്ല. പഠിച്ചു എന്നുള്ളതല്ലാതെ ശ്രുതിക്കൊരു ജോലി വാങ്ങിക്കാനുള്ള കഴിവൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഷോറൂം ഇട്ട് കൊടുത്തേ. അപ്പം നീ ഇല്ലെങ്കിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോടി നീ പറയുന്നതെന്ന് ചോദിച്ചു ചന്ദ്ര. കല്യാണം കഴിക്കുന്നതിന് മുൻപും ശ്രുതി അങ്ങനെ തന്നെ ആയിരുന്നില്ലേന്ന് ചോദിച്ചു ശ്രുതി. പഠിപ്പുണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരു വിവരവും ഇല്ല എന്ന് ശ്രുതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ശ്രുതി. അപ്പം ഒരു ഉപകാരമില്ല ശ്രുതിയെ കൊണ്ടെന്ന് ശ്രുതി പറയാം. അപ്പം അങ്ങനെ ഇതെല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുക. 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി തലതപ്പാൻ നോക്കുക. എൻ്റെ നിർബന്ധം കാരണം 2 സ്ഥലത്ത് ജോലിക്ക് കയറി, എന്നിട്ട് എത്ര നാൾ അവിടെ ജോലിക്ക് നിന്നു, ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കിയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ജോലി ഉണ്ടെന്ന് കള്ളവും പറഞ്ഞ് പാർക്കിൽ പോയി കിടന്നിരിക്കുന്നു മടിയൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ആ സമയം നന്നായിട്ട് ഉപയോഗിക്കാം. കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുന്നു. ഒരു ജോലിക്കും പോവില്ല. എന്നിട്ട് ശ്രുതിക്ക് വലിയ മുതലാളിയായിട്ട് കസേരയിൽ കയറി ഇരിക്കണമെന്നും ഇതിനൊക്കെ ഞാനെന്ത് പിഴച്ചു എന്നും ശ്രുതി ചോദിക്കാം. ആ കാശ് കൊണ്ട് ഞാൻ ഷോറൂം ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിലേ നിങ്ങളുടെ മോൻ ഇന്നിവിടെ കിടന്ന് നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേക്കും ചന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴത്തേക്കും സച്ചിക്ക് ചിരിയാ വരുന്നത് ഈ ആക്ടിങ് ഒക്കെ കണ്ടിട്ടെ. എൻ്റെ മോനെ ഒന്നിനും കൊള്ളില്ലെന്നാണോടി നീ പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ശ്രുതിയെ കൊണ്ട് ഒരു മതിയടി നിർത്താൻ പറഞ്ഞു. അവനൊരു ജീവിതം കൊടുത്തതേ നീയാണെന്നുള്ള രീതിയിലാണല്ലോടി നീ ഇപ്പോൾ പറയുന്നത്. നിനക്ക് മാത്രം അവനോട് സ്നേഹമുള്ളൂടി. അമ്മ എനിക്ക് സ്നേഹമില്ലടി. ആ പെണ്ണ് കാശ് തന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കാശ് കൊണ്ട് ഞാൻ ഇവനെന്തെങ്കിലും ചെയ്തു കൊടുക്കായിരുന്നില്ല എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മുന്നേ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി ചന്ദ്രയോട്. ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിക്കുക കേട്ടോ. ശ്രുതിയുടെ താനി നിറം കണ്ട് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കാം. ഇത്രയും കാലമായിട്ട് നിങ്ങൾ ശ്രുതിക്ക് വേണ്ടി എന്താ ചെയ്തേ? ശ്രുതി വലിയവനാണെന്ന് നിങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ഒരമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾ ശ്രുതിക്ക് എന്ത് ചെയ്തു കൊടുത്ത ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ എന്താടി നീ പറഞ്ഞേ? അമ്മ എന്നുള്ള നിലയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നോ? എടീന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തു ചെവിക്കല് തീർത്ത് രണ്ടാമതും പിന്നെ എടുത്തിട്ട് അടിച്ച് ചവിട്ടി കൂട്ടുക. അടിക്കലേ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് കാർന്നു. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.